Dear students, welcome back to Social Science class. Last class നമ്മൾ എന്താണ് ജോഗ്രഫിയിലെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ 6th ചാപ്റ്റർ ആണ്, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. നമ്മുടെ ഹിസ്റ്ററി ലാസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യൻ നാഷണലിസത്തെ കുറിച്ചിട്ടൊക്കെയാണ് ധാരാളമായി പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട്, അവരുടെ റൂളിന് എതിരായിട്ട് നമ്മളെല്ലാവരെയും അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സണൽ നമ്മളെ ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് അയാളുടെ ഒരു എൻട്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളുടെ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന ഗാന്ധി അല്ലെ. ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്കുള്ള എൻട്രിയും അദ്ദേഹം ലീഡ് ചെയ്തിട്ടുള്ള മേജർ സ്ട്രഗിൾസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ് ഒക്കെ എന്തിലേക്ക് ലീഡ് ചെയ്തു? ഫ്രീഡത്തിലേക്ക് ലീഡ് ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഗാന്ധിയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. ഇംഗ്ലണ്ടില് ലോ സ്റ്റഡി കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം അവിടെയുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, അതായത് കറുത്ത കളറുള്ളവരും വൈറ്റ് കളറുള്ളവരും തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, ഒരു വേർതിരിവുണ്ടായിരുന്നു. അതിനെതിരെ അദ്ദേഹം അവിടെ നല്ലൊരു സ്ട്രഗിൾ ഒക്കെ നടത്തുകയും അങ്ങനെ ഇന്ത്യയിൽ അദ്ദേഹം ഫേമസ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അങ്ങനെ ഗാന്ധി 1915 ഇന്ത്യയിലേക്ക് റിട്ടേൺ വന്നത്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം നേരിട്ടിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുക ഒന്നല്ല ചെയ്തത്. അദ്ദേഹം ഇന്ത്യ മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇന്ത്യൻ കോമൺ പീപ്പിള് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ബ്രിട്ടീഷുകാരുടെ റൂള്, എക്സ്പ്ലോയിറ്റേഷൻ, അതുമൂലം ഇന്ത്യൻ പെസൻസിനും ഇന്ത്യൻ ട്രൈബ്സിനും ഇന്ത്യൻ കോമൺ പീപ്പിൾസിനും ഒക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹം സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഗാന്ധി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇന്ത്യ ആ ഒരു കാലത്ത് ഇന്ത്യൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇന്ത്യൻസ് ഗാന്ധിയെ കണ്ടിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ നമ്മളെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് ഗാന്ധിയെ കൊണ്ട് പറ്റുന്നുള്ളത് ഇന്ത്യൻ കോമൺ പീപ്പിള് അത്രയും ബിലീവ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ സ്ട്രഗിൾ ലീഡ് ബൈ ഗാന്ധി. ഓക്കെ, അതായത് ഗാന്ധി ലീഡ് ചെയ്തിട്ടുള്ള മേജർ സ്ട്രഗിൾസ് ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മള് 1947 എങ്ങനെയാണ് ഫ്രീഡം അച്ചീവ് ചെയ്തത് എന്നീ കാര്യവും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാത്മാഗാന്ധിക്ക് ഇന്ത്യൻ പീപ്പിൾസിന്റെ ഇടയിൽ ഇത്രയ്ക്ക് പോപ്പുലാരിറ്റി കിട്ടാനും റെസ്പെക്ട് അച്ചീവ് ചെയ്യാനും എങ്ങനെയാണ് സാധിച്ചത്, അതിന് സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗാന്ധിജിക്ക് ഇന്ത്യൻസിന്റെ ഇടയിൽ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള റീസൺസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ അഗിറ്റേഷൻസ് ഹി കണ്ടക്ടഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ആ ഒരു ടൈമിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ ധാരാളം അഗിറ്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യക്കാർക്കിടയിൽ വളരെയധികം ഫേമസ് ആക്കിയിട്ടുണ്ട്. ദെൻ ഹിസ് ലൈഫ് സ്റ്റൈൽ ആസ് എ കോമൺ മാൻ, ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈല് എല്ലാവരെയും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് കോമൺ പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. നിങ്ങൾക്കറിയാം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് അഹിംസയാണ് അല്ലെ, നോൺ വയലൻസ് ആണ്. ഇത് പെട്ടെന്ന് ഗാന്ധിജിയെ ഇന്ത്യൻസിന്റെ ഇടയിൽ പെട്ടെന്ന് ഫേമസ് ആക്കി. ദെൻ അദ്ദേഹത്തെ എല്ലാവരും വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണാൻ തുടങ്ങി. അതായത് ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സ്ട്രഗിൾ നയിക്കാൻ
ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗാന്ധിയാണ് ഞങ്ങളുടെ ലീഡർ, അദ്ദേഹത്തിന് കൊണ്ട് ഇത് സാധിക്കൂ എന്നുള്ള ഒരു ധാരണ ഇന്ത്യൻ കോമൺസിന്റെ ഇടയിൽ ഇങ്ങനെ ഗാന്ധിയുടെ ഈ ഒരു പെരുമാറ്റം കൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ നടത്തിയിട്ടുള്ള സ്ട്രഗിൾ ഒക്കെ കേട്ടിട്ട് ഇന്ത്യൻ പീപ്പിൾസിന്റെ ഇടയിൽ ഉണ്ടായി. Then last one, they found in Gandhi a savior who could solve their problems. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗാന്ധിയെ ഇന്ത്യൻ കോമണേഴ്സ് ഒക്കെ കണ്ടിരുന്നത് എന്താണ്, ഒരു ഗോഡ്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്ന ഒരു ഗോഡായിട്ടാണ് ഇന്ത്യൻ കോമൺ പീപ്പിൾസ് ഗാന്ധിജിയെ അന്ന് കണ്ടിരുന്നത്. ഇതൊക്കെ എന്താണ്, ഇന്ത്യൻ പീപ്പിൾസിന്റെ ട്രസ്റ്റ് അച്ചീവ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് കൂട്ടാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗാന്ധി ഒരു മേജർ നാഷണലിസ്റ്റ് ലീഡർ അല്ലെങ്കിൽ മേജർ ഫ്രീഡം സ്ട്രഗിളർ എന്ന ഒരു നിലയ്ക്ക് പെട്ടെന്ന് തന്നെ വളർന്നു വരികയാണ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ്, ആദ്യകാല സമരങ്ങൾ. ഞാൻ പറഞ്ഞിരുന്നു ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് നേരിട്ട് തന്നെ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല, ഇന്ത്യൻ നാഷണലിസത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഒന്ന് സ്റ്റഡി ചെയ്തു. അതേപോലെ ബ്രിട്ടീഷുകാരുടെ റൂളിനെ പറ്റിയിട്ടും ഇന്ത്യക്കാരുടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ നന്നായി സ്റ്റഡി ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതിന് മുന്നേ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് ഗാന്ധി എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹം ധാരാളം സ്ട്രഗിൾസ് നടത്തിയിരുന്നു. ഓക്കെ, അതാണ് ഏർലി സ്ട്രഗിൾസ് എന്ന് അറിയപ്പെടുന്നത്, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ. ഓക്കെ, ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാ ഗാന്ധി. ഓക്കെ, ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1917 ഇൻ ചമ്പാരൻ. ഓക്കെ, ചമ്പാരനിലാണ്. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാർ സ്റ്റേറ്റ്സിലെ ഒരു ചെറിയൊരു വില്ലേജ് ആണ് ചമ്പാരൻ. ഓക്കെ, ഗാന്ധിയുടെ ഫസ്റ്റ് സ്ട്രഗിൾ സ്റ്റാർട്ടഡ് ഇൻ 1917 അറ്റ് ചമ്പാരൻ. ഓക്കെ, ചമ്പാരനില് ഇൻഡിഗോ ഫാമേഴ്സ് ധാരാളം പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാരെ അവരെ പല വിധത്തിൽ ടോർച്ചർ ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു. നമുക്കറിയാം ബംഗാളിലെ ഇൻഡിഗോ പെസൻസ് ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ആണ് പിന്നീട് ഇൻഡിഗോ റിവോൾട്ടിന് തന്നെ റീസൺ ആയി മാറിയത്. അതുപോലെ തന്നെ ബീഹാറിലെ ഇൻഡിഗോ പെസൻസും ധാരാളം പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. ഈ ഇൻഡിഗോ പെസൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ലീഡേഴ്സ് ഗാന്ധിയെ മീറ്റ് ചെയ്യുകയും അങ്ങനെ ഗാന്ധി പിന്നീട് ബീഹാറിലെ ചമ്പാരനിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എതിരെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗാന്ധി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ചമ്പാരൻ സ്ട്രഗിൾ ആണ്. ഓക്കെ, 1970 ചമ്പാരനിലെ ഇൻഡിഗോ പെസൻസിന് വേണ്ടിയിട്ടാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്ട്രഗിള് ഇന്ത്യയിലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഏർലി സ്ട്രഗിളിൽ പെടുന്ന ഫസ്റ്റ് സ്ട്രഗിള് ഇന്ത്യയില് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി അദ്ദേഹത്തിന്റെ ഈ ചമ്പാരൻ സ്ട്രഗിള് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ബ്രിട്ടീഷുകാർ ഈ ഇൻഡിഗോ പെസൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നീട് ചെയ്തു കൊടുത്തു. ഓക്കെ, പിന്നീട് അദ്ദേഹം കുറച്ചു കാലം ഗാന്ധി ഈ ചമ്പാരൻ വില്ലേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രൈമറി സ്കൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ അവിടെ കുറച്ചു കാലം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ സോഷ്യൽ കണ്ടീഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചമ്പാരനിൽ അദ്ദേഹം ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തിരി മനസ്സിലാക്കാം. ഏർലി സ്ട്രഗിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരുടെ? മഹാത്മാഗാന്ധിയുടെ. 1970 ചമ്പാരനിലാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ഫസ്റ്റ് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ചമ്പാരനിലെ ഇൻഡിഗോ പെസൻസിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത്. സ്ട്രഗിൾ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ അധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസിലെ ഫസ്റ്റ് സ്ട്രഗിൾ ചമ്പാരൻ സ്ട്രഗിൾ ആയിരുന്നു അല്ലെ? ബീഹാറിലെ ചമ്പാരൻ വില്ലേജില് ഇൻഡിഗോ പെസൻസിന് വേണ്ടി നടത്തിയിട്ടുള്ള സ്ട്രഗിള്.
ദെൻ ഏർലി സ്ട്രഗിൾസ് തന്നെ സെക്കൻഡ് സ്ട്രഗിൾ ആയിട്ട് വരുന്നത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിന്റെ ഇയർ എന്ന് പറയുന്നത്, അത് നടന്ന ഇയർ എന്ന് പറയുന്നത് 1918 ആണ്. ഓക്കെ, ഈ അഹമ്മദാബാദിലെ കോട്ടൺ മില്ലാണ് കേട്ടോ. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആണ്. ഈ ഒരു കോട്ടൺ മില്ലിൽ എന്താണ്, ഇന്ത്യൻ ലേബേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ഫ്ലാഗ് വന്നു. ഓക്കെ, അഹമ്മദാബാദിൽ എന്താണ് ഒരു ഫ്ലാഗ് വന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ലേബേഴ്സ് എന്താണ് ബോണസ് ആവശ്യപ്പെട്ടു. പക്ഷെ നമ്മളെ ബ്രിട്ടീഷുകാരാണ് ഇതിന്റെ ഒക്കെ ഓണേഴ്സ്. ഈ ഒരു കോട്ടൺ മില്ലിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പീപ്പിൾസ് ആയിരുന്നു. പക്ഷെ അവരെന്താണ്, അവർക്ക് യാതൊരു കൺസെഷനും കൊടുത്തില്ല. അങ്ങനെ എന്താണ് ഇവര് ഈ അഹമ്മദാബാദിലെ ലേബേഴ്സ് ഒരു സ്ട്രൈക്ക് നടത്തി. അതിന്റെ ലീഡർ ആയിട്ട് വന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഓക്കെ, ദെൻ ഫൈനലി എന്താണ് മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ എത്തുകയും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എത്തുകയും ഈ ഒരു എന്താണ് അഹമ്മദാബാദ് കോട്ടൺ മില്ലിലെ ലേബേഴ്സിന് എന്താണ് അദ്ദേഹം സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഫൈനലി എന്താണ് നമ്മളുടെ ഈ ഒരു ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഈ ഒരു ലേബേഴ്സിന്റെ വേജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മിൽ സ്ട്രൈക്ക് എന്താണ് ലാസ്റ്റ് ചെയ്തു. ഓക്കെ, സി ഗാന്ധിയുടെ ഏർലി സ്ട്രഗിളിലെ 2 സ്ട്രഗിൾസ് നമ്മൾ ഇപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചമ്പാരൻ സ്ട്രഗിൾ ആയിരുന്നു. ദെൻ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് പെസന്റ് സ്ട്രഗിൾ ഇൻ ഗേഡ. ഓക്കെ, ഗേഡ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു ചെറിയ എന്താണ് ഒരു വില്ലേജ് ആണ് ഗേഡ എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധിയുടെ തേർഡ് സ്ട്രഗിൾ അദ്ദേഹം ഗേഡയിലാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കിന്റെ അതേ ഇയർ ആണ് 1918 തന്നെയാണ് നമ്മളെ പ്രസന്റ് സ്ട്രഗിളും എന്താണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഗേഡ എന്ന് പറയുന്ന ഈ വില്ലേജിലെ പെസന്റ്സിന് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ ഒരു ക്രോപ്പ് ഫെയിലിയർ വന്നു. വിളകളൊക്കെ എന്താണ് ഫെയിലിയർ ആയി. അങ്ങനെ പെസന്റ്സ് ആകെ മിസ്റ്ററിയിലായി. അവർക്ക് ലാൻഡ് ടാക്സ് അടയ്ക്കാനൊന്നും എന്താണ് കപ്പാസിറ്റി ഇല്ലാതെയായി. ഈ ഒരു ടൈമിൽ പോലും ബ്രിട്ടീഷുകാര് ഈ ഒരു വില്ലേജേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എന്താണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഓക്കെ, അതിനെതിരെ എന്താണ് ഈ വില്ലേജേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ ഗാന്ധിയെ ഇതിന്റെ ലീഡർ ആയിട്ട് ക്ഷണിക്കുകയും ഗാന്ധി എന്താണ് ഈ പെസൻസിന്റെ സ്ട്രഗിൾസിന് എന്താണ് ലീഡർഷിപ്പ് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഫൈനലി എന്താണ് ഈ ഒരു ഗേഡ സ്ട്രഗിള് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മാറി. പെസൻസിന്റെ എല്ലാ വാണ്ട്സും എല്ലാ റെക്കമെൻഡേഷനും എന്താണ് ഈ ഒരു ബ്രിട്ടീഷ് ഓഫീസേഴ്സ് എന്താണ് അംഗീകരിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഓക്കെ, ഗാന്ധിയുടെ എന്താണ് ലീഡർഷിപ്പിൽ ഒരു സ്ട്രോങ് സത്യാഗ്രഹ തന്നെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെതിരെ ഗേഡയിൽ നടന്നു. അങ്ങനെ ഫൈനലി എന്താണ് ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഈ ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കമ്പല് ചെയ്യപ്പെട്ടു. ഓക്കെ, അതിന്റെ എന്താണ് റിസൾട്ട് ആയിട്ട് ടാക്സിലൊക്കെ വളരെയധികം റിലാക്സേഷൻ ഈ ഒരു പെസൻസിന് കിട്ടി. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിരുന്നു നമ്മളുടെ ഈ ഗേഡ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് ഇത് ഗുജറാത്തിൽ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഏർലി സ്ട്രഗിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏർലി സ്ട്രഗിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നാഷണൽ സ്ട്രഗിൾസ് ഉണ്ട്. ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഷോർട്ട് ആൻസർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഏർലി സ്ട്രഗിൾസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്പാരൻ സ്ട്രഗിൾ എഴുതണം. ദെൻ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എഴുതണം. അതുപോലെ തന്നെ എന്താണ് ഗേഡ സ്ട്രഗിൾ എഴുതണം. പെസന്റ് സ്ട്രഗിൾ ഇൻ ഗേഡ.
സി ഇത്രയാണ് ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. ചമ്പാരൻ, അഹമ്മദാബാദ്, കോട്ടൺ മിൽ സ്ട്രൈക്ക്, പെസന്റ് സ്ട്രഗിൾ ഇൻ ഗഡ. ഈ 3 സ്ട്രഗിൾസും എഴുതിയാൽ മാത്രമാണ് ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ് കംപ്ലീറ്റ് ആവുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏർലി സ്ട്രഗിൾസ് ഞാൻ പറഞ്ഞതുപോലെ ഏർലി സ്ട്രഗിൾസും ചോദിക്കാറുണ്ട്, നാഷണൽ സ്ട്രഗിൾസും ചോദിക്കാറുണ്ട്. ഏർലി സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയണൽ അല്ലെ, ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമാണ് ഈ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ഇന്ത്യ മൊത്തം എന്താണ് സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതും അതേപോലെ തന്നെ ഗാന്ധി എന്താണ് നാഷണൽ മൂവ്മെന്റിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നടത്തിയിട്ടുള്ള സ്ട്രഗിൾസ് ആണ് ഈ ഏർലി സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ട് ഓഫ് ഏർലി സ്ട്രഗിൾ ഓഫ് മഹാത്മാ ഗാന്ധി. ദ സ്ട്രഗിൾ ഹി took up popularized his ideologies and method of protest. നമുക്കറിയാം ഗാന്ധിജിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് സത്യാഗ്രഹ അല്ലെ, അഹിംസയായിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഏർലി സ്ട്രഗിൾസിലൂടെ അദ്ദേഹത്തിന്റെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്താണ് അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തു, അത് മൊത്തം സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. ദെൻ സെക്കൻഡ് വൺ, till his entry into the political scenario, national movement was confined to the educated section of the society. His methods of protest attracted the layman to the movement. അതായത് ഗാന്ധി എന്താണ് ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ട്രഗിൾസ് നടത്തുന്നത് വരെ ഈ നാഷണൽ സ്ട്രഗിൾസ് ഒക്കെ എന്താണ് ആര് മാത്രമാണ് ചെയ്തിരുന്നത്, എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് മാത്രമാണ് ചെയ്തിരുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഫ്രീഡം വേണം എന്നുള്ളത് ഈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. കോമൺ പീപ്പിൾസ് ഒന്നും ഈ ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഗാന്ധി ഇന്ത്യയിലേക്ക് എത്തുകയും ഏർലി സ്ട്രഗിൾസ് കണ്ടക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഈവൻ കോമൺ മെൻസും കൂടി നമ്മളുടെ ആന്റി ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റിലേക്കൊക്കെ വളരെയധികം അട്രാക്ട് ചെയ്യപ്പെട്ടു. അവരും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റഡ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ ഏർലി സ്ട്രഗിൾസിന്റെ വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ദ സിറ്റി സെൻട്രിക് നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു ദി റൂറൽ ഏരിയാസ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മേജർ സിറ്റീസിൽ മാത്രമൊക്കെയാണ് ഉണ്ടായിരുന്നത്. വില്ലേജസിലൊന്നും ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസിനെ പറ്റിയിട്ടോ റിവോൾട്ട്സിനെ പറ്റിയിട്ടോ യാതൊരു കമ്മ്യൂണിക്കേഷനും കിട്ടിയിരുന്നില്ല, യാതൊരു നോളേജ് അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിയുടെ എൻട്രിയോട് കൂടിയിട്ട് ഈ ഒരു നാഷണൽ മൂവ്മെന്റ് നമ്മളെ വില്ലേജിലോട്ട് പോലും സ്പ്രെഡ് ചെയ്യാണ് ചെയ്തത്. ലാസ്റ്റ് വൺ, ഗാന്ധി ബിക്കം എ നാഷണൽ ലീഡർ അക്സെപ്റ്റബിൾ ടു ഓൾ സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റി. സി, ഈ ഒരു ഏർലി സ്ട്രഗിൾസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഗാന്ധി എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ സൊസൈറ്റിയിലെ എല്ലാവരും ഒരു നാഷണൽ ലീഡർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നതാണ് ഈ ഏർലി സ്ട്രഗിൾസിന്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. അതിൽ തന്നെ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് ഡിസ്കസ് ചെയ്തു. ദർ ആർ 3 struggles conducted Gandhi in India. First one Champaran, then Ahmedabad cotton mill strike, last one Geda, peasant struggle in Geda. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ഒരു ഏർലി സ്ട്രഗിൾസിന്റെ റിസൾട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഏർലി സ്ട്രഗിൾസ് കോമൺ മെൻസിന്റെ അടുത്ത് എത്തിച്ചതും വില്ലേജേഴ്സിന്റെ അടുത്ത് എത്തിച്ചതും ഒക്കെ ആരാണ്? സി, ഈ ഒരു ഏർലി സ്ട്രഗിൾസിന്റെ റിസൾട്ട് എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഏർലി സ്ട്രഗിൾസിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഗാന്ധി ഒരു നാഷണൽ ലീഡർ ആയിട്ട്, ഒരു ദേശീയ ലീഡർ ആയിട്ട്, ഓക്കെ, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റബിൾ ലീഡർ ആയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്യാണ്, ഗ്രോ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ ബേസ് ആണ് ഈ ഏർലി സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.